ആനന്ദിക്കുകയാ, സന്തോഷിക്കുകയാ. മാത്രമല്ല ഒരു മലക്ക് വന്നിട്ട് അവന്റെ മുന്നിലൊരു ക്യാമറ വെക്കുകയാ. അത് ഏത് ക്യാമറയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് കണക്ഷനുള്ള ക്യാമറയാ. അല്ലാഹുവേ ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണയല്ല. ഈ CM നഗറിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ആ ഭാഗ്യം നൽകണയല്ല, നീ നൽകണയല്ല. ആരുടെ മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മലക്ക് വന്നിട്ടൊരു ക്യാമറ കാണിച്ചു തരികയാ. പ്രിയമുള്ളവരെ, ആർക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നത്? ആർക്കാണ് ആ സ്വർഗത്തിന്റെ ഫോട്ടോ കാണാ ഭാഗ്യം ലഭിക്കുന്നത്? പടച്ച തമ്പുരാന്റെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ അസ്സലാത്തു ഖൈറും മിനന്നൗം. നമസ്കാരമാ പൊന്നുമോരെ, നമസ്കാരമാ പെങ്ങളെ, ഉറക്കിനേക്കാ ഹൈറെന്ന് പടച്ചു തമ്പുരാന്റെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ കേൾക്കുമ്പോ ആ നമസ്കാരത്തിന് എണീക്കുന്നവരുണ്ടെങ്കിലോ സുബഹ് നമസ്കാരം ഉപേക്ഷിക്കാത്തവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമസ്കാരം നഷ്ടപ്പെടല്ലേ, ഒരിക്കലും നല്ല നഷ്ടപ്പെടല്ലേ. അല്ല നമുക്ക് ആരോഗ്യം എന്നില്ലേ ചെറുപ്പക്കാരാ, അല്ല നിനക്ക് ആഫിയത്ത് എന്നില്ലേ പെങ്ങളെ, നിനക്ക് നല്ല ശരീരം തന്നില്ലേ, നിനക്ക് രോഗങ്ങളില്ലാതെ നല്ല ആഫിയത്ത് തന്നില്ലേ പൊന്നുമോളെ. നിന്റെ ആരോഗ്യം നീ എവിടെ ചെലവഴിച്ച പൊന്നുമോളെ? ചന്ദനമഴ കണ്ടിരുന്നുകൊണ്ട്, പരസ്പരം വന്ന സീരിയല് കണ്ടിരുന്നുകൊണ്ട്, കറുത്ത മുത്തിന്റെ മുന്നിലിരുന്നുകൊണ്ട് നിന്റെ ജീവിതം തിളക്കല്ല പെങ്ങളെ. നിന്റെ ജീവിതം തുച്ഛമാ. ഇന്ന് മരിച്ചാണാളെ കബറിലാ, മറന്നുപോകല്ലേ. ഇന്ന് നിന്റെ റൂഹിനെ കൊണ്ടുപോയാ നാളെ പന്തപ്പള്ളി ആരുടെ മണ്ണിന്റെ ചുവട്ടിലാ പെങ്ങളെ, മറന്നുപോകല്ലേ. നീ സീരിയല് കാണുമ്പോ കുറ്റപ്പെടുത്തുകയുള്ള ഉമ്മമാരെ, ഈ സദസ്സിലേക്ക് വന്ന ഉമ്മമാരെ നല്ലവരാ. അല്ലാഹുവേ സ്വർഗം നൽകണേ അല്ല, സ്വർഗം നൽകണേ അല്ല. ഈ സദസ്സിൽ വന്ന ഒരുപാട് ഉമ്മമാ മദ്രസാ ഹാള് നിറഞ്ഞതിന് ശേഷം പലരും വാഹനത്തിലാണ് ഇരിക്കുന്നത്, പലരും പുറത്താണ് ഇരിക്കുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ ഈ CM നഗറിൽ വന്ന ഉമ്മമാർക്ക് സ്വർഗത്തിലെ സീറ്റ് നൽകണേ അല്ല. ഉത്തമാരെ സഹോദരന്മാര്, അല്ലാഹുവേ ഈ സദസ്സിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകൾക്ക് സ്വർഗത്തിലൊരു സ്ഥാനം നൽകുറത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കബറിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാ ഈ ദുന്യാവിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദുന്യാവിൽ നിന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് നമ്മൾ ഖുർആൻ ഓതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ മലക്ക് വന്നിട്ട് ഒരു ക്യാമറ കാണിച്ചു വരികയാ. നേരെ മറിച്ച് നമസ്കരിക്കാത്ത ആളുകളുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത ആളുകളുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനുമായിട്ട് കണക്ഷനില്ലാത്ത ആളുകളുണ്ടല്ലോ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ, ഉസ്താദുമാരെ വെറുപ്പമില്ലാത്തവരെ, നാട്ടുകാരെ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിലോ അവരെ മയ്യത്താണ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെല്ലുന്നതെങ്കിലോ ആ മയ്യത്തും കട്ടിലിന്റെ മുന്നിലേക്ക് ഒരു മലക്ക് വരികയാ. ആ മലക്കൊരു ക്യാമറ കാണിച്ചു വരികയാ. ആ ക്യാമറയുടെ കണക്ഷൻ എവിടെ കാണുന്നറിയോ? അത് നരകമാ, നരകമാ, ഭീകരമായ ഭീകരസരമായ നരകമാ. മറന്നുപോവല്ലോ. അല്ലാഹുവേ അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. നരകപ്പെട്ടിട്ട് കാക്കണേ റബ്ബേ. അങ്ങനെയുള്ള ഭീകരമായ രംഗങ്ങളെ തൊട്ട് കാക്കണയല്ല. ഈ CM നഗറിൽ വന്ന ഉപ്പമാരെ ഉമ്മമാരെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര മയ്യത്തിനെ നമ്മൾ അനുഗമിച്ചത്? പന്തപ്പള്ളി ഖബർസ്ഥാനിലേക്ക് നമ്മുടെ ഉപ്പാണ് നമ്മൾ കൊണ്ടുപോയപ്പോ, നമ്മുടെ നാട്ടുകാരെ നമ്മൾ കൊണ്ടുപോയപ്പോ നമ്മൾ ആരെങ്കിലും കണ്ടോ ചെറുപ്പക്കാരാ? ആ മയ്യത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടൊരു മലക്ക് ക്യാമറ കാണിച്ചു കൊടുക്കുന്നത്, സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞു വെച്ച ഹദീസിൽ നമ്മൾ പഠിപ്പിച്ചത്. ആ മരണത്തിന്റെ അവസ്ഥ അറിയുന്നത് അത് മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല. അത് പടച്ചു തമ്പുരാനെ മാത്രം അറിയുള്ള കാര്യമാ. ആരെങ്കിലും ഒരാൾ മരിക്കുന്ന രംഗം കണ്ടാ, മരിക്കുന്ന രംഗം ഒരു മനുഷ്യനെ ഞാൻ കണ്ടു കഴിഞ്ഞാ, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നൊരു മനുഷ്യനെങ്ങാണ് നാളെ പന്തപ്പള്ളി ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നാ ഈ ദുന്യാവിൽ പിന്നെ നമസ്കരിക്കാത്തവരുണ്ടാവില്ല, ഈ ദുന്യാവിൽ നിന്ന് സീരിയലിന്റെ മുന്നിലിരിക്കുന്നവരുണ്ടാവില്ല,
ഉണ്ടാവില്ല, ഈ ദുനിയാവിൽ നിന്ന് മദ്യപിക്കുന്നവരുണ്ടാവുക. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, അത്രയും ഭയാനകമായ ഖബറിൽ വരാനുള്ളത്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ചുരുക്കുകയാണ്, അവസാനം നമ്മെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെല്ലുമ്പോ, അവസാനം പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെല്ലുമ്പോ, പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ, പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് നമ്മെ വെച്ചു കഴിഞ്ഞാൽ, ഉസ്താദുമാര് വന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് നമ്മെ മയ്യത്തിനെ പള്ളിയുടെ അകത്തളങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക. എല്ലാവരും സഫായിട്ട് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുക. എത്ര മയ്യത്തിന്റെ പേരിൽ നമ്മൾ നമസ്കരിച്ചു? ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതേ പ്രകാരം നമ്മുടെയും മയ്യത്തിന്റെ പേരിൽ ഇങ്ങനെ നമസ്കാരമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ആർക്കും ആയുസ് വേണ്ടേ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ദീർഘായുസ് മാത്രം കിട്ടിയാൽ പോരാ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിലവഴിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുക. അവസാന നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിപ്പറമ്പിലേക്ക് നമ്മുടെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ, അല്ലാഹുവേ അല്ലാഹുവേ, ആ കാരട് മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോ നാട്ടുകാര് വന്നിട്ട് പള്ളിയിലെ ഉസ്താദ് നമ്മുടെ ബോഡിയെ ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകണ്ട പന്തപ്പള്ളി ഖബർസ്ഥാനിലെ 6 അടി മണ്ണാണ് നമ്മൾ കണ്ടത്. ആ 6 അടി മണ്ണിന്റെ ഉള്ളിലുള്ള അത്ഭുതങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബോഡി എങ്ങാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാ എല്ലാവരും പിരിഞ്ഞു പോരൂലേ? എല്ലാ ആളുകളും പിരിഞ്ഞു പോരുന്നതിന് മുമ്പ് ഖബറിന്റെ അകത്തളങ്ങൾ കിടക്കുന്ന അത്ഭുതങ്ങൾ അറിയുമോ? 9 അവസ്ഥയാ ഖബറിൽ വരാനുള്ളത്. ഒരു മനുഷ്യൻ ഖബറിൽ അനുഭവിക്കാനുള്ളത് 9 അവസ്ഥയാ. ഒന്നാമത്തെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായിട്ട് മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാ ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിലങ്ങ് ആ കല്ലങ്ങ് മോടുകല്ലങ്ങ് വെച്ചു കഴിഞ്ഞാ ഖബറിൽ നടക്കുന്ന ഒന്നാമത്തെ അത്ഭുതം എന്താണെന്നറിയോ? ലളിതത്തിൽ ഖബറി, ലളിതത്തിൽ ഖബറി സദഖ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആദ്യമായിട്ടൊരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ അതിന്റെ മുകളിൽ ആ കല്ലങ്ങ് വെച്ചു കഴിഞ്ഞാ ആ ഖബറിന്റെ 2 ഭിത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ എടുക്കുകയാണല്ലോ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. ഇത് എല്ലാ മനുഷ്യരും അനുഭവിക്കാനുള്ളതാ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടത് 3 ആളുകളാ. പ്രിയമുള്ളവരെ, പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. ആദ്യമായിട്ട് ഖബറിന്റെ വിടുക്കലിൽ ഒരു ലഘൂകരണം ലഭിച്ചത് ലോകത്ത് കഴിഞ്ഞു പോയത് അത് 3 ആളുകൾക്കാ. മറന്നുപോകല്ലേ? ഒന്നാമത്തത് ആരാണെന്നറിയോ? ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ജനാദ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബറങ്ങ് വിശാലമാവുകയാ. ഒരിക്കലും ഖബർ റസൂലുള്ളാഹിനെ കിടക്കിയിട്ടില്ല. അത് സാധാരണ പ്രവാചകനല്ലല്ലോ, അത് സാധാരണ നബിയല്ലല്ലോ, അത് സാധാരണ മനുഷ്യനല്ലല്ലോ. ആ മുത്തുനബി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബറങ്ങ് വിശാലമായെന്ന് ചരിത്രം പറയുമ്പോ രണ്ടാമതായിട്ട് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടതാരാണെന്നറിയോ? അത് ഫാത്തിമത്ത് ബിൻത് അസദാ. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഖബറിന്റെ അദാബില്ലല്ലോ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഫാത്തിമത്ത് ബിൻത് അസദിന് ഇത്രത്തോളം വലിയ ഖബർ ലഭിക്കാൻ കാരണം എന്താ? പ്രിയമുള്ളവരെ, ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനെ വളർത്തിയ ഉമ്മയാ, മുത്തുനബിയെ വളർത്തിയ ഉമ്മയാ ഫാത്തിമത്ത് ബിൻത് അസദ്. ആ ഫാത്തിമ ബീവിയെ ഖബറിലേക്ക്
കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ, ഫാത്തിമത്ത് ബിൻത് അസദിനെ കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ, ഇറക്കി വെക്കുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങൾ കബറിൽ ഇറങ്ങുകയാ. മുത്തുനബി കബറിൽ ഇറങ്ങിയിട്ട് ആ കബറിൽ ഒന്ന് കിടക്കുകയാ. എന്തിനാണ് കിടക്കുന്നതെന്നറിയോ? ഇത് എന്റെ ഉമ്മയാ, ഇത് എന്റെ ഉമ്മയാ, എന്നെ വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ, എനിക്ക് ഭക്ഷണം തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ, എനിക്ക് വെള്ളം തന്ന, എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയാ. ആ ഉമ്മയെ കബറെടുക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല, എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തായ നബി തങ്ങൾ ഫാത്തിമത്ത് ബിൻത് അസദിന്റെ കബറിൽ ഇറങ്ങിക്കൊണ്ടങ്ങ് കിടക്കുകയാ. അവിടുത്തെ ശരീരം തട്ടിയ മണ്ണ്, അവിടുത്തെ ശരീരം തട്ടിയ മണ്ണ് ഒരിക്കലും നരകത്തിൽ പെടില്ലല്ലോ. അവിടുത്തെ ശരീരം തട്ടിയ മണ്ണിൽ ഒരാളെ കിടത്തിക്കഴിഞ്ഞാ ആ റസൂലുള്ളാഹിന്റെ രൂപത്തോട് തട്ടി, ആ റസൂലുള്ളാഹിന്റെ രൂപത്തോട് ചേർന്ന് കിടക്കുന്ന ശരീരത്തെ നരകം സ്വീകരിക്കൂല. അതുകൊണ്ടാണല്ലോ സഹാബത്ത് മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ ഉഹദിന്റെ രണാങ്കളത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ അവിടുത്തെ ഊന്ന് വെല്ല് പൊട്ടിയ സമയത്ത്, അവിടുത്തെ പല്ലിൽ നിന്ന് രക്തം വന്ന സമയത്ത് ആ രക്തം പുറത്ത് ചിന്താൻ പറഞ്ഞപ്പോ സഹാബത്ത് അപ്പുറത്ത് പോയിട്ട് രക്തം കുടിച്ചതെന്തിനാ? മുത്തുനബിയുടെ ബ്ലഡ് കുടിച്ചില്ലേ? മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ. എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ രക്തം സഹാബത്ത് കുടിച്ചതെന്തിനാ? മുത്തുനബിയുടെ രക്തം കുടിച്ച ശരീരത്തെ നരകം സ്വീകരിക്കൂല. അവിടുത്തെ നീരെടുത്തതെന്തിനാ? അവിടുത്തെ വിയർപ്പെടുത്തുകൊണ്ട് ഉമ്മുകൾ റളിയല്ലാഹുല്ല മക്കൾക്ക് വിയർപ്പ്, മക്കൾക്ക് രോഗശമനത്തിന് കൊടുത്തുള്ള ഹദീസിന്റെ കിതാബുകളിൽ കാണാമല്ലോ. ഇതെല്ലാം എന്തിനാ? അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നാമതായിട്ട് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അദാബെന്ന് ലഘൂകരിച്ച് കിട്ടിയത് അത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ്. ഫാത്തിമ ബീവി ഖബർ എടുക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്ന് ലഘൂകരണം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഈ സിഎം നഗറിൽ വന്ന ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഉപ്പമാർക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ നൽകറബ്ബേ, രക്ഷ നൽകറബ്ബേ. അറിയുമോ നിങ്ങൾക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു ചെറിയ ചരിത്രം പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ പുന്നാര മകൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ ബീവിയെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ മുത്തുനബി അതാ മൂടുകൾ നിന്ന് മൂടിയതിനു ശേഷം മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരികയാ. സഹാബത്ത് ചോദിക്കുന്നു, നബിയെ തങ്ങളെ കരയുകയാണോ? നബിയെ എന്തിനാ നബിയെ തങ്ങളെ കരയുള്ളത്? മുത്തുനബി പറഞ്ഞ, സഹാബത്തെ, എന്റെ പ്രിയപ്പെട്ട സൈനബാന ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ സഹാബ, എന്റെ സൈനബാന ഖബറിന്റെ രണ്ട് ഭിത്തികൾ ഉപയോഗിച്ച് അങ്ങെടുത്ത് സഹാബ, എന്റെ പ്രിയപ്പെട്ട സൈനബ എന്ന പൊന്നുമോളുടെ വാരിയെല്ലുകൾ കൂട്ടിവിട്ടുള്ള ശബ്ദം, ആ വാരിയെല്ലുകൾ അങ്ങ് പൊടിപൊടിക്കുള്ള ശബ്ദം എന്റെ കർണപടങ്ങളെ കൊണ്ട് കേൾക്കുകയാ സഹാബ. താങ്ങാൻ കഴിയുന്നില്ല സഹാബ.